ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രസക്തമായൊരു പ്രമേയമാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞാലേ ഉൾക്കൊള്ളുന്നു, അതുപോലെ പ്രസക്തമാണ്. കാരണം ദൈവസഭ ഇന്ന് പൊതുവെ ഒരു ചെറിയ അളവിലെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയമാണിതെന്ന് ഞാൻ പറയുമ്പോൾ നിരുത്തരവാദപരമായൊരു പ്രസ്താവനയാണെന്ന് നിങ്ങൾ കരുതരുത്. വളരെ ആലോചിച്ച ശേഷം മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ തുടരുന്നതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. കർത്താവിൻ്റെ ഓരോ വൈകിയാൽ ഈ 3 ദിവസം നമ്മൾ ഒന്നിച്ചിവിടെയുണ്ട്. ഇതൊരു സെമിനാറാണ്. ഇതിൻ്റെ സ്കെഡ്യൂൾ നിയമിച്ചിരിക്കുന്ന ദൈവദാസന്മാർ തന്നെ ചോദ്യോത്തരത്തിനായി സമയം വേർതിരിച്ചിട്ടുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടായാലോ, അല്ല ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയാലോ, ദയവായി നിങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടെ ആ കാര്യം ചോദിക്കുകയും അതിന് നമ്മൾ ഒരുമിച്ച് ഉത്തരം കണ്ടുപിടിക്കുവാൻ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ടേ, നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുക. നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലില്ലേ, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതിയെന്ന് ഇല്ലേ? അതുകൊണ്ടാണ് ഇത് പറയുന്നത്, രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു പ്രയോഗമുള്ളതുകൊണ്ട് എപ്പോഴാണ് അത് പറയുന്നത്? വള്ളി പറഞ്ഞാൽ മതി എപ്പോഴാണ് പറയുന്നത്? തിരിച്ച് ചോദ്യം ഉണ്ടാകാൻ പാടില്ലെന്നും ചോദിച്ചാൽ പറഞ്ഞവൻ കഷ്ടത്തിലാകുമെന്നുമുള്ള സാഹചര്യം ഉള്ളപ്പോഴാണ് അത് പറയുന്നത്. നമ്മളുടെ ആ ചിന്ത അങ്ങ് മാറ്റി വെച്ചേക്കും. ഇത് പള്ളി പറഞ്ഞാണെന്ന് വിചാരിക്കണ്ട, ഇത് പള്ളിക്കൂടത്തിൽ പറഞ്ഞതാണെന്ന് വെച്ചോളൂ. ഇതൊരു ബൈബിൾ സ്കൂളാണല്ലോ. അതുകൊണ്ട് ന്യായമായി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദയവായി ചോദിക്കണം. മാത്രമല്ല, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ് കർത്താവിൻ്റെ ഓരോ വൈകിയാൽ 3 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം. സ്തോത്രം. കാരണം അതിപ്രധാനമായ വിഷയത്തിൽ സംശയം ശേഷിപ്പിക്കരുത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധാത്മാവ്, ആ വാക്ക് പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് നാം തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 ആളത്വങ്ങളിൽ നമ്മൾ മൂന്നാമൻ എന്ന് പറയുന്നെങ്കിലും പിതാവിനോടും പുത്രനോടും തുല്യസ്ഥാനീയനും തുല്യനിത്യനുമായ പരിശുദ്ധാത്മാവ്. പിന്നെ എന്താ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചോദിച്ചേക്കും. അത് തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വെളിപ്പാടിൻ്റെ ക്രമം അനുസരിച്ച് മാത്രമാണ് 3-ാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാടിൻ്റെ ക്രമം അനുസരിച്ച് മാത്രമാണ്, അല്ലാതെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതായിട്ടല്ല തൃത്വത്തിൽ 3-ാമൻ എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കുറിച്ച് പോവുകയാണെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനു വേണ്ടി തന്നെ കുറിക്കാനായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരേണ്ടി വരും. ഏതാ നിങ്ങൾക്ക് സൗകര്യമെന്ന് അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച് എന്നോട് പറഞ്ഞാൽ ഐ ആം അറ്റ് യുവർ സർവീസ്. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ നിൽക്കുകയല്ലേ. കൂട്ടത്തിൽ ഒന്ന് കുറിച്ച് പോകാം. തൃത്വത്തിൽ 3-ാമൻ എന്ന് പറയുമ്പോൾ സ്ഥാന കുറവല്ല, വെളിപ്പാടിൻ്റെ ക്രമമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. 3 ആളത്വങ്ങളും ഏകസത്യ ദൈവത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ ത്രിയേകത്വം എന്ന് പറയുന്നത് തന്നെ ചില ആളുകൾക്ക് ഒരു കീറാമുട്ടിയായി ശേഷിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്കെന്നാ 3 ദൈവം ഉണ്ടോ? നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ പറയുന്നത് കേട്ടാൽ 3 ദൈവം ഉള്ള പോലെ നമ്മൾ പറഞ്ഞു പോകുന്നത്. 3 ദൈവമില്ല, ഒരു ദൈവം 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്നതാ? അല്പം കാര്യം അതിനെക്കുറിച്ചൊന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കൂടെ വരണേ. ഇതര മതങ്ങളിൽ ദൈവത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന വെളിപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ് വിശുദ്ധ തിരുവെഴുത്ത് ദൈവവചനത്തിൽ, ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന വെളിപ്പാട്. നമ്മൾ പൊതുവെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, പലരും പല പേരിൽ വിളിക്കുന്നെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ.
ഞാൻ ഓർക്കുന്നു, സ്കൂളിൽ പഠിച്ചപ്പം ഒരു ശ്ലോകം ഞങ്ങളെ കൊണ്ട് അവിടെ ചൊല്ലിക്കുമായിരുന്നു. എന്നും രാവിലെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ചൊല്ലുന്നൊരു ശ്ലോകമുണ്ടായിരുന്നു. ശ്രീബുദ്ധൻ, ഭഗവാൻ, ക്രിസ്തു, ഹള്ളാ, ശ്രീ പരമേശ്വരൻ, ശ്രീകൃഷ്ണൻ എന്നീ പേരോതി നിന്നെ വാഴ്ത്തുന്നു നാട്ടുകാർ. എല്ലാം ഭവാൻ ഒരാളെന്ന് ഞങ്ങൾക്കൊക്കെ അറിഞ്ഞിടാം, ഞങ്ങളെ കാത്തുകൊള്ളേണം കരുണാവാരിധേ ഭവാൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പാട്ട് ഞങ്ങളെ കൊണ്ടന്ന് പാടിക്കുമായിരുന്നു. മതമൈത്രി, സാമൂഹ്യ ഐക്യത, ഇതൊക്കെ പരിപോഷിപ്പിക്കപ്പെടാൻ നല്ല ഒരാശയമാണെന്ന് നമുക്ക് അതിനെ അംഗീകരിക്കാമെങ്കിലും അതൊരസത്യമാണ്. കാരണം പേരിൽ പലതായി അറിയപ്പെടുന്നെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമല്ല പ്രകൃതത്തിലും വൈരുദ്ധ്യങ്ങളുള്ള ആളത്വങ്ങളായിട്ടാണ് ഈ ദൈവങ്ങളെ മതഗ്രന്ഥങ്ങൾ ചിത്രീകരിക്കുന്നത്. ശരിയല്ലേ? പ്രകൃതത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ദൈവത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്ന ദൈവവും ഖുറാനിൽ പറയുന്ന അള്ളാഹുവും മറ്റ് മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പരമേശ്വരനും ദൈവവും ഇതെല്ലാം ഒന്നാണെന്ന് ഒരിക്കലും തെറ്റായി ധരിക്കരുത്. ഇതര മതഗ്രന്ഥങ്ങളിലെ ദൈവ വെളിപ്പാട് തികച്ചും വിഭിന്നങ്ങളാണ്. വേദപുസ്തകം ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധേയമായിരിക്കുന്നത്. വേദപുസ്തകം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ത്രിയേക ദൈവം. ത്രിത്വം എന്ന വാക്ക് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ത്രിയേകൻ എന്ന് തന്നെ പറയണം, ട്രയൂണിറ്റി എന്ന് പറയണമെന്നാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എനിക്കും അതിനോടാണ് യോജിപ്പ്. ട്രയൂണിറ്റി, 3 കൂടി 1, 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഏക സത്യ ദൈവം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ആക്റ്റീവ് ആണല്ലോ, ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കറിയാം, ആദ്യം ഒരു ചെറിയ കാര്യമെന്ന് പറഞ്ഞു പോകാം. ദൈവം മനുഷ്യനെ തിരുസ്വരൂപത്തിലും തിരുസാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അപ്പോൾ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സാദൃശ്യം നമുക്ക് എടുക്കാമെങ്കിൽ അത് ആദ്യമായും അവസാനമായും ആര് തന്നെയാ? മനുഷ്യൻ തന്നെയാ. മനുഷ്യനൊരു ത്രിയേകനാ. ആത്മാവ്, ദേഹി, ദേഹം എന്നീ 3 ഘടകങ്ങൾ ചേർന്ന് ഒരാളാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശരീരമാണ് കാണുന്നത്. നിങ്ങളെൻ്റെ ശരീരം കാണുമ്പോൾ ശരീരം കൊണ്ട് മാത്രമുള്ളവനല്ല, ശരീരം മാത്രമുള്ളവനല്ല ഞാൻ. എന്നിലൊരു ദേഹിയുണ്ട്, എന്നിലൊരു ആത്മാവുണ്ട്. ഈ 3 ഘടകങ്ങളും ചേർന്നാണ് ഞാനിപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. 3 ഘടകങ്ങളും ചേർന്നാണ്. പ്രിയ ദൈവമക്കളെ, 3 ഘടകങ്ങൾ ചേർന്നിരിക്കുന്നെങ്കിലും 3 അല്ല, 3 1. ഇതുപോലെ 3 ആളത്വങ്ങളിൽ ദൈവം വെളിപ്പെട്ടിരിക്കുന്നെങ്കിലും 3 ആളത്വങ്ങളും ചേർന്ന് ഏക സത്യ ദൈവമാണ്. ഇതൊന്നുകൂടി നിങ്ങൾക്കൊന്ന് ഉൾബോധ്യം വരുവാനായി ഞാൻ അല്പം വിശദീകരണം പറയാം. ഇതര മതങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് നിർഗുണ പരബ്രഹ്മം എന്നാണ്. എന്തുവായി നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ? പ്രത്യേകിച്ചൊന്നും ഒരു ചലനവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ ദൈവത്തെ ഒത്തിരി അങ്ങ് സ്തുതിക്കുക, ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ഇത്രയും സ്തുതിച്ചിട്ടും ഒരു പ്രതികരണമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങാം. ഒത്തിരി ചീത്ത വിളിച്ചിട്ടും അതുകൊണ്ട് ഒരനക്കോ ഇല്ല. മാറി നിന്ന് ചീമൊട്ട വലിച്ചെറി, അത് വെക്കുന്നില്ല. അപ്പോൾ സഹതാപം തോന്നിച്ചെന്ന് ഇതൊക്കെ തുടച്ചൊക്കെ കളഞ്ഞിച്ച് പൂമാലയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ടിട്ട് നമസ്കരിച്ചു, ക്ഷമാപണം ചെയ്തു, ഇതൊക്കെ ചെയ്യും. എന്നിട്ടും ഇതൊന്നും ഏറ്റില്ല, ഒരു വികാരവുമില്ല. ഇങ്ങനെ അങ്ങിരിക്കുന്ന ഒരു നിർഗുണ പരബ്രഹ്മം, ഒരു പ്രത്യേക പ്രകൃതവും ഒരു പ്രത്യേക സ്വഭാവവിശേഷവുമില്ലാത്ത ഒരു നിർഗുണ പരബ്രഹ്മം എന്നുള്ളതാണ് പല ആളുകൾക്കും ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത.
വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലും ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. എന്തുവാ അതിന്റെ അർത്ഥം? വികാരമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന വികാരങ്ങളൊന്നുമില്ലെന്നല്ല അതിന്റെ അർത്ഥം. സ്നേഹം, വികാരം എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹം, പിന്നെ അതുപോലെ പ്രസാദം, അസന്തുഷ്ടി, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ, ഇതൊന്നുമില്ലാത്ത ആളാണ് ദൈവമെന്നല്ല അതിൻ്റെ അർത്ഥം. വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ലെന്ന് അവിടെ പറയുമ്പോൾ വികാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറ്റമെന്നാണ്. വികാരമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ, ഇമ്മ്യൂട്ടബിൾ, ചേഞ്ച് ഇല്ലാത്തവരെന്നാ. ആ സംസ്കൃത ചൊവയുള്ള പദം അവിടെ അങ്ങ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വികാരം മാറ്റമില്ലെന്ന അതിൻ്റെ അർത്ഥം. എന്നാൽ വേദപുസ്തകം പറയുന്ന ദൈവം ഈ നിർഗുണ പരബ്രഹ്മം പോലെയല്ല. വേദപുസ്തകം പറയുന്ന ദൈവം സ്നേഹമാണ്. ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് നിർവചനം പറഞ്ഞാൽ ആ വാക്കേതാ? സ്നേഹം. സ്നേഹം. വേദപുസ്തകം പറയുന്നു ദൈവഹൃദയത്തിന് ദുഃഖമായി എന്ന്. ദൈവഹൃദയത്തിന് ദുഃഖമായി, ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിന് ഹിതമായുള്ളതുണ്ട്. അതാണ് ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവർ ആകണം. അപ്പോൾ ദൈവത്തിന് ഹിതമുണ്ട്, പ്രസാദമുണ്ട്, അനിഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, കോപമുണ്ട്, നീതിബോധമുണ്ട്. ഇതൊക്കെ ഉള്ളവനാണ് വേദപുസ്തകം പറയുന്ന ദൈവം. സ്തോത്രം. ത്രിയേകത്വം ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തുക, അതിൻ്റെ കൂടെ ഒന്ന് വന്നേക്കണേ. അപ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളത്വത്തിലെ വിശേഷ ഗുണങ്ങളെ വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ വിവരിക്കേണ്ടതാണ്, പരാമർശിക്കേണ്ടതാണ് സ്നേഹമെന്ന് നമ്മൾ കണ്ടു. ഈ സ്നേഹമെന്ന വികാരം ഒന്നെടുത്തേ, പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഒരു വികാരമാണ് ഏത്? സ്നേഹം. ഒരർത്ഥവുമില്ലെങ്കിൽ അത് പകരപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ അവിടുത്തെ സ്നേഹം അനുഭവിക്കണമെന്നും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്. ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കേവലം നമ്മുടെ സ്തുതി സ്തോത്രങ്ങളും ആർത്ത ഉല്ലസിച്ച് അവന് പുകഴ്ച കൊടുക്കുന്നതുമല്ല. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ സ്നേഹവും സ്നേഹ കൂട്ടായ്മയുമാണ്. ഇത് മറക്കല്ല. ദൈവത്തെ സ്തുതിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതെല്ലാം ദൈവത്തോടുള്ള നമ്മളുടെ സ്നേഹത്തിൻ്റെ വെളിപ്പാടായിട്ടായിരിക്കണം. ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തോടുള്ള നമ്മളുടെ സ്നേഹം. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകടനം. സ്തോത്രം. കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പാട്. കർത്താവിൻ്റെ വേലയ്ക്കും വേലക്കാർക്കും സഹായം ചെയ്യുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പാട്. സ്നേഹമില്ലാത്ത യാതൊരു ശുശ്രൂഷയിലും ദൈവം പ്രസാദിക്കുന്നില്ല. ഒന്നുകൂടെ വ്യക്തമാക്കിയോട്ടെ. സ്നേഹമില്ലാത്ത ശുശ്രൂഷ മനുഷ്യന് വേണ്ടല്ലോ, മനുഷ്യനതിൽ പ്രസാദിക്കില്ലല്ലോ, തൃപ്തിപ്പെടുകയില്ലല്ലോ. ഞാനൊരു സഞ്ചാര സുവിശേഷകനാണ്. മിക്കവാറും പല സ്ഥലങ്ങളിലാണ്. ആണ്ടിലൊരു 365 ദിവസം 1000 മീൽസ് കഴിക്കുന്നെങ്കിൽ എനിക്ക് തോന്നി അതിലൊരു 750 മീൽസും എവിടെങ്കിലുമൊക്കെ ദൈവമക്കൾ തരുന്നതാണ് കഴിക്കുന്നത്. മിക്കവാറും യാത്രയിലൊക്കെയാണ്. സ്നേഹത്തോടെ കരുതലോടെ ദൈവമക്കൾ അർഹിക്കാത്ത കരുതലും സ്നേഹവും തന്ന് എന്നെ ശുശ്രൂഷിക്കാറുണ്ട്. ഞാൻ അവരോടും ദൈവത്തോടും നന്ദിയുള്ളവനാണ്. ഈ ശുശ്രൂഷകളൊക്കെ എനിക്ക് ചെയ്തു തരുമ്പം ഇത് സ്നേഹത്തിൽ നിന്നല്ല എന്ന് തിരിച്ചറിയുമാറുള്ള പെരുമാറ്റം കൂടെ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഗതികേട് കൊണ്ട് ഞാനത് ഭക്ഷിച്ചെന്ന് വരാം. പക്ഷെ അതെനിക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. രുചിക്കുന്നുണ്ട്, പക്ഷെ ആസ്വദിക്കുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ശരിയല്ലേ? സ്നേഹമില്ലാത്ത ശുശ്രൂഷ
ഗതികേട് പിടിച്ച എനിക്കും നിങ്ങൾക്കും വേണ്ടെങ്കിൽ ദൈവത്തിന് വേണോ? ദൈവത്തിന് വേണ്ട. നിങ്ങൾ ഒരു വാക്കിൽ സ്തോത്രം പറഞ്ഞാൽ അത് സ്നേഹത്തിൽ നിന്ന് ഉയരുന്നതായിരിക്കണം. സ്തോത്രം സ്തോത്രം കർത്താവേ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു പൾസ് ഉണ്ടാകണം, ഒരു തുടിപ്പുണ്ടാകണം. ആ തുടിപ്പ വായിക്കൂടി സ്തോത്രമായി പുറത്തോട്ട് വരേണ്ടത്. സ്തോത്രം. അല്ലെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കയില്ല. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. ഇന്നത്തെ നമ്മുടെ പല കാര്യങ്ങൾ വരും കാണുമ്പോൾ. ഓരോന്ന് നേടാൻ ഓരോന്ന് ചെയ്യുക എന്ന് നമ്മൾ പാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദേഷ്യം വരുമല്ലേ? വരട്ടെ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ദേഷ്യമൊക്കെ തീർത്തേച്ചേ നമ്മൾ വൈകിട്ട് ഉറങ്ങാൻ പോവുള്ളൂ. ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ആരാധിച്ചാൽ വിടുതൽ കിട്ടും, പ്രാർത്ഥിച്ചാൽ കാര്യം സാധിക്കും. സ്വാർത്ഥ ലാഭത്തിനായി സ്തുതി പാഠകനെ പോലെ ദൈവസന്നിധിയിൽ ഓരോ ചേഷ്ടകളിൽ ഏർപ്പെടുന്ന നമ്മളെ കാണുമ്പോൾ ദൈവഹൃദയത്തിൽ എത്ര ദുഃഖമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറിച്ചോളൂ. ചൂടായിട്ടൊന്ന് ചോദിക്കണമെങ്കിൽ പിന്നെ ചോദിക്കാം, മറക്കാതിരിക്കാൻ ഒരു മുകളിലോട്ട് കുറിച്ചും വെച്ചോ. പറയാൻ, വിശദീകരണം തരാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കൂപ്പുകയോടെ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ സ്നേഹക്കൂട്ടായ്മയാണ്. ആ സ്നേഹം കൊണ്ടുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ അതൊന്നും ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. അപ്പോൾ സ്നേഹം, മനുഷ്യനുമായുള്ള സ്നേഹക്കൂട്ടായ്മ, ഈ സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് നിഷേധിക്കപ്പെടുമ്പോൾ ദൈവത്തിന് ഹൃദയത്തിൽ ദുഃഖമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 41 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണും: അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്ക് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 23:37 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് അത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കും മനസ്സില്ലല്ലോ. കണ്ടോ? കണ്ണുനീർ വാർത്തുകൊണ്ട് എൻ്റെ പൊന്നു കർത്താവ് പറയുക, അദൃശ്യ ദൈവത്തിന്റെ ദൃശ്യ വെളിപ്പാടാണ് മിശിഹാ തമ്പുരാൻ. സ്തോത്രം. യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദൃശ്യ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വന്ന മിശിഹാ തമ്പുരാൻ, വാഴ്ത്തപ്പെട്ട കർത്താവ്, ദൈവപ്രകൃതത്തിന്റെ വെളിപ്പാട് തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ തെളിയിക്കുകയായിരുന്നു. ആ ദൈവപ്രകൃതം വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ കൂട്ടായ്മയ്ക്കും മനസ്സില്ലാത്ത തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നോക്കി അവിടുന്ന് കണ്ണുനീർ വാർത്തു. സ്തോത്രം. ഇതാ ദൈവഹൃദയത്തിന്റെ തുടിപ്പ്. ഇതിനെക്കുറിച്ച് പിന്നെയും പുസ്തകത്തിൽ ഒത്തിരി കാര്യമുണ്ട്. ഹോശയുടെ പുസ്തകങ്ങൾ വായിക്കണം. എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലെയാക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയീമിനെ പോലെ ആക്കി തീർക്കും? എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എൻ്റെ അയ്യോ ഭാവം ജ്വലിക്കുന്നു, ഞാനൊരു ഉഗ്രകോപം നടത്തുകയില്ല. 11 അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. കണ്ടോ ദൈവത്തിന് നമ്മളോടുള്ള ആർദ്രത, ദൈവഹൃദയത്തിൽ നമ്മളെക്കുറിച്ചുള്ള കരുതൽ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന. അതുപോലെ യിരെമ്യാവിന്റെ പുസ്തകം 13 അധ്യായം അതിൻ്റെ 8 വാക്യം 11 വാക്യം താഴോട്ട് അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും: എനിക്ക് ജനവും എനിക്ക് പ്രശംസയും എനിക്ക് അലങ്കാരവുമായിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളെ എന്നോട് ചേർന്ന് നിൽക്കുമാറാക്കി, അവർക്കോ അനുസരിക്കാൻ മനസ്സായില്ല. സ്തോത്രം. എനിക്ക് ജനവും എനിക്ക് പ്രശംസയും എനിക്ക് കീർത്തിയും എനിക്ക് അലങ്കാരവുമായിരിക്കേണ്ടതിന്. അലങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ
ഞാനൊരു വിശദീകരണം ഒന്ന് പറഞ്ഞോട്ടെ. ചെറുപ്പക്കാരിയായ ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ അലങ്കാരം എന്താണ്? അവൾ വാരി ചുറ്റിയിരിക്കുന്ന കാഞ്ചീപുരം പാട്ടോ വാരി അണിഞ്ഞിരിക്കുന്ന പൊന്നും പണ്ടങ്ങളും ഒക്കെയാണോ? അവളുടെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുഞ്ഞ, മാറോട് ചേർന്നിരിക്കുന്ന ഒരു കൈക്കുഞ്ഞ, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ അഭിമാനത്തോടെ ലോകത്തെ നോക്കുന്നു. ഇതുപോലെ പരിശുദ്ധ ദൈവം അവിടുത്തേക്ക് ഒരലങ്കാരമായിരിക്കാൻ സ്നേഹക്കൂട്ടായ്മയിൽ അവിടുത്തോട് പറ്റിയിരിക്കുന്ന മനുഷ്യ മക്കളെ, സ്തോത്രം സ്തോത്രം, ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുക. സ്തോത്രം. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ ദൈവമായ യഹോവ നിന്നിൽ സന്തോഷിക്കും. കണ്ടോ ദൈവത്തിന് നമ്മളോടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിന്റെ ആ ഹൃദ്യമായ അനുഭവത്തിനായുള്ള താല്പര്യം നിങ്ങൾ കണ്ടോ? സ്തോത്രം. അവിടുത്തോട് ചേർന്നിരിക്കുവാൻ മനസ്സിൽ ഞാൻ പറഞ്ഞ പുസ്തകത്തിലുള്ള കാര്യം തന്നെ 62:5 വായിച്ചു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു വാക്യം ഒന്ന് വായിച്ചോ, ഒന്ന് കാണാം. യെശയ്യാവിന്റെ പുസ്തകം 62:5 ഒന്ന് വായിച്ചേ വേഗം വായിക്കണം. വായിച്ചോളൂ. വളരെ നന്ദി. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ. സ്തോത്രം. എന്തൊരു ബന്ധമാണ് ആട്ടെ. ഇന്നിപ്പോൾ ദൈവപ്രകൃതം ഇതാണ്. കൂട്ടായ്മയിൽ അവിടുത്തോട് പറ്റിയിരിക്കുന്ന എൻ്റെ മക്കൾ, ആ മക്കളിൽ സന്തോഷിക്കുന്ന ദൈവം. ഇതാണ് ഇന്ന് ദൈവപ്രകൃതത്തിൻ്റെ താല്പര്യമെങ്കിൽ, ദൈവഹൃദയത്തിൻ്റെ താല്പര്യമെങ്കിൽ, മാറ്റമില്ലാത്ത ദൈവത്തിന് എന്നും ഇത് താല്പര്യമായിരുന്നു എന്നുള്ളത് വ്യക്തമാകും. അല്ലേ? ദൈവത്തിന് മാറ്റമില്ലല്ലോ. അപ്പോൾ ഇന്ന് കൂട്ടായ്മയ്ക്ക്, സ്നേഹക്കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ട്, അത് നിഷേധിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ ദുഃഖമുണ്ടെങ്കിൽ എന്നും ദൈവപ്രകൃതം ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ കൂടെ വരണം. കഴിഞ്ഞകാല നിത്യതയിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അനാദിയിൽ, വേദപുസ്തകം തുടങ്ങുന്നത് ആദി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള സമയമാണ് അനാദി. അതാ 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവേ നീ തലമുറ ഞങ്ങളുടെ സങ്കേതമായി. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ അനാദിയായും ശാശ്വതമായി നീ ദൈവമാണ്. ആദിയില്ലാതെ എന്നേക്കും ദൈവമാ. അപ്പോൾ അനാദിയിൽ, ആദിക്കും മുമ്പ് ദൈവമുണ്ട്. അന്ന് സ്വർഗമില്ല, ദൂതന്മാരില്ല, ഭൂമിയില്ല, പർവ്വതങ്ങളില്ല, മനുഷ്യന്മാരില്ല, ജീവജാലങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ എന്നാ ഉണ്ട്? വേദപുസ്തകത്തിൽ ഒരു വാക്യം കടക്കെടുത്തിട്ട് പറയാം. നിത്യശൂന്യങ്ങളുടെ നടുവിൽ സർവസമ്പൂർണനായി വിരാജിച്ചരുളുന്ന ദൈവം. അന്നും ദൈവത്തിൻ്റെ താല്പര്യം ഇതാണ്. കൂട്ടായ്മ, സ്നേഹം. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രകൃതക്കാരനായ ദൈവത്തിന് വേറെ കൂട്ടായ്മയ്ക്ക് ആരോരുമില്ലാത്ത അവസ്ഥയിൽ ഏകാന്തത തോന്നിക്കാണുകയില്ലേ? ഏകാന്തത തോന്നിക്കാണുകയല്ലേ? കൂട്ടായ്മ താല്പര്യമാണ്, സ്നേഹമാണ്. കൂട്ടായ്മയ്ക്ക് ആരും ഒന്നും ഇല്ലെങ്കിൽ ഏകാന്തത തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏകാന്തത തോന്നിയാൽ ദൈവമല്ല, ദൈവം അപൂർണനാണ്. ഒരിക്കലും ദൈവത്തിന് ഏകാന്തതയില്ല. കാരണം സ്തോത്രം, കൂട്ടായ്മയ്ക്കുള്ള താല്പര്യം ദൈവത്തിലുണ്ടെങ്കിൽ ആ കൂട്ടായ്മയ്ക്കുള്ള പൂർണ്ണതയും അതിനുള്ള സംവിധാനവും ദൈവത്തിൽ തന്നെയുണ്ട്.
ഇവിടെയാണ് ദൈവം എന്ന ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ടെന്നുള്ളത് വ്യക്തമാകുന്നത്. മനസ്സിലായോ? ദൈവം എന്ന ഏകത്വത്തിൽ എന്തോ ഉണ്ട്? ഒരു ബഹുത്വമുണ്ട്. ദൈവം എന്ന ഏകത്വത്തിൽ ഒരു ബഹുത്വമില്ലെങ്കിൽ വേദപുസ്തകം പറയുന്ന ദൈവം പൂർണ്ണനല്ല. കാരണം നിർഗുണ പരബ്രഹ്മം അല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ വേദപുസ്തകം പറയുന്ന ദൈവം പൂർണ്ണനായിരിക്കണമെങ്കിൽ അവിടുന്ന് ആരായിരിക്കണം? ത്രിയേകനായിരിക്കണം. അപ്പോൾ ദൈവം എന്ന ആളത്വത്തിൽ, എന്ന ഏകത്വത്തിൽ 3 ആളത്വ ബഹുത്വം തിരുവെഴുത്തിന്റെ ആരംഭം മുതലേ നമുക്ക് കാണാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ 3 ആളത്വങ്ങൾ പരസ്പരമുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ സമ്പൂർണ ഭാവത്തിൽ സർവസമ്പൂർണനായി വിരാജിച്ചരുളുന്ന ദൈവം. സ്തോത്രം. ഈ 3 ആളത്വങ്ങൾ പരസ്പരമുള്ള കൂട്ടായ്മയിൽ ഇങ്ങനെ വിരാജിച്ചരുളുമ്പോൾ ആ സ്നേഹ കൂട്ടായ്മ ബന്ധം അല്പമൊന്ന് വിപുലപ്പെടുത്തുവാൻ ദൈവതിരുഹൃദയത്തിന് പ്രസാദമായി. സ്തോത്രം. അങ്ങനെ ദൈവിക കൂട്ടായ്മ ബന്ധം, സ്തോത്രം, വിപുലപ്പെടുത്തി ആ കൂട്ടായ്മയിലേക്ക് ഒരു സൃഷ്ടിയെ കൂടി ഉൾപ്പെടുത്തുവാൻ പ്രസാദിച്ച ദൈവം, സ്തോത്രം, ആ കൂട്ടായ്മയ്ക്കു വേണ്ടി സൃഷ്ടിച്ചവനാണ് മനുഷ്യൻ. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ച എന്തിനാ? ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മയ്ക്ക. വി എ തോമസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. വിശ്രമത്തിന് പോയിരിക്കുക. അദ്ദേഹം 60കളിലെന്നോ ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസ്താവന എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അതുപോലെ ഇടാൻ വേറെ വാക്കുകളില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞകാല നിത്യതയിൽ ദൈവിക ത്രിയേകത്വത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു പൊങ്ങുമ്പോൾ ആ സ്നേഹം പകർന്നു വെക്കാൻ മൺപാത്രങ്ങളെ ഉണ്ടാക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ദൈവസ്നേഹം ഉൾക്കൊള്ളുവാൻ, സ്തോത്രം, സൃഷ്ടിക്കപ്പെട്ട മൺപാത്രങ്ങളാണ് മനുഷ്യരെ. മനസ്സിലായോ? അപ്പോൾ ത്രിയേകത്വം എന്നുള്ളത് ദൈവവചനത്തിന്റെ സത്യമാണെന്നുള്ളത് നാം എല്ലാവരും മനസ്സിൽ അടിവരയിട്ട് അങ്ങ് ഉൾക്കൊള്ളണം. ഒരു ദൈവം, 3 ആളത്വങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അതിലൊരാളത്വമാണ് ആര്? നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധാത്മ. കേൾക്കണേ, കൂട്ടുവേറെ കൂട്ടായ്മ വേറെ, കൂട്ടുവേറെ കൂട്ടായ്മ വേറെ. ഇങ്ങനെ പറച്ചിലുണ്ടല്ലോ, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലാക്ക് ടുഗെദർ. കൂട്ടുകൂടാം. പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നമ്മൾ എന്താ ചെയ്യാം? കൂട്ടുകൂടാം. പക്ഷേ ഈ ശരിക്കുള്ള കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ഒരേ തൂവൽ പക്ഷികളായിരിക്കണം. ഒരേ തൂവൽ പക്ഷികൾ, ഒരേ നിലവാരത്തിലുള്ളവർ തമ്മിലാണ് എന്തോ ഉള്ളത്? കൂട്ടായ്മയുള്ളത്. സ്തോത്രം. അപ്പോൾ ഹൃദ്യമായ സ്നേഹ കൂട്ടായ്മയിൽ ഈ 3 ആളത്വങ്ങളും ചേർന്നിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, സമസ്ഥാനീയരും തുല്യ സ്ഥാനീയരും ഒരുപോലെ നിത്യരുമാണെന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്ന ഒരു സത്യമാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മനെ കുറയ്ക്കരുത്, പുത്രനെ കുറയ്ക്കരുത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സ്തോത്രം. തുല്യസ്ഥാനീയരായ 3 ആളത്വങ്ങൾ, ഒരുപോലെ നിത്യർ. സ്തോത്രം. നിങ്ങളാരും വിചാരിക്കുന്നത് രക്ഷാ പദ്ധതിക്കു വേണ്ടി രൂപീകരിച്ച ഒരു ക്രമീകരണമാണ് ത്രിയേകത്വം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ചിന്തകന്മാർ ഇടയ്ക്കിടയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിൽ എഴുന്നേറ്റ് വന്നു. ഒന്നുകൂടെ പറയാം, മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന ആ പദ്ധതിക്കു വേണ്ടി ദൈവം തൻ്റെ ആളത്വത്തിൽ വരുത്തിയ ഒരു ക്രമീകരണമാണ് ത്രിയേകത്വം എന്ന് വാദിച്ച ചിലർ സഭാചരിത്രത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. അവരെയൊക്കെ സഭാപിതാക്കന്മാര്
തിരുത്തി തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമായി ഞാൻ സംസാരിക്കാൻ ഒരിക്കലും ഇടയായത് ഓർക്കുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ത്രിയേകൻ എന്നുള്ളത് നിത്യത മുതൽ നിത്യത വരെയും തുടരുന്നതാണ്. ദൈവം എന്നും ത്രിയേകനായിരുന്നു, ഇന്നും ത്രിയേകനാണ്, എന്നും ത്രിയേകനായിരിക്കും. ദൈവമായ പരിശുദ്ധാത്മാവ്, സ്തോത്രം. എന്നാൽ ഈ 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഏക സത്യദൈവം, സ്തോത്രം, ഒരു തുല്യസ്ഥാനീയരും ഒരുപോലെ നിത്യരുമായിരിക്കുമ്പോൾ തന്നെ ഇവർ നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും എന്ന് തിരുവെഴുത്തിൽ കാണാം. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ പറഞ്ഞേ സ്വതന്ത്രരും. നിങ്ങളുടെ കൂടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ, സ്തോത്രം. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. നമ്മൾ മനുഷ്യന്റെ സാദൃശ്യം ഞാൻ പരാമർശിച്ചല്ലോ, അവിടെ നമുക്കൊന്ന് വ്യക്തമാക്കാം. ആ സാദൃശ്യം കൊണ്ട് തന്നെ ഇതൊന്നുകൂടെ വ്യക്തമാക്കാം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരിൽ 3 ഘടകങ്ങളുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. ഈ 3 ഘടകങ്ങളും നിലനിൽപ്പിൽ ഒന്നിച്ചാ നിലനിൽക്കുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ ശരീരം കണ്ട് ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ ദേഹിയുമായും നിങ്ങൾക്ക് ബന്ധമുണ്ടാകുന്നു. ശരിയല്ലേ? സ്തോത്രം. ആന്തരിക ആളത്വം, ആ ആളത്വത്തിന് വെളിപ്പാടുകളുണ്ട്. എന്നിൽ വ്യാപരിക്കുന്ന ആത്മചൈതന്യവും എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദേഹവും ദേഹിയും ആത്മാവും നിലനിൽപ്പിൽ ഒരുമിച്ചും, പക്ഷേ ശുശ്രൂഷയിൽ സ്വതന്ത്ര. ദ ഫങ്ഷൻസ് ആർ ഡിഫറെന്റ്. 3 ആളത്വങ്ങളുടെയും ശുശ്രൂഷ വ്യത്യസ്തമാണ്. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, ദേഹി കൊണ്ട് സ്വയത്തെ അറിയുന്നു, ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു. ശരിയല്ലേ? സ്തോത്രം. ശരീരത്തിന്റെ ചുമതല ഈ ലോകവുമായി ബന്ധപ്പെടുകയാണ്. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. ഈ ലോകത്തെക്കുറിച്ച് ബോധവാനാകുന്നത് ശരീരം കൊണ്ടാണ്. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു. ദേഹി കൊണ്ട് സ്വയത്തെ അറിയുന്നു. എനിക്കറിയാം, എൻ്റെ പേര് തോമസ് എന്ന ഉപദേശിയ. ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെമിനാറാണ്, ഇതിൻ്റെ വിഷയമാണ്. സമയം ഇത്രയായി. ഇതൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. സ്വയബോധം അത് ദേഹിയിലാണ്. മനസ്സ്, ഹൃദയം അല്ലെങ്കിൽ വികാരങ്ങൾ, ഇച്ഛാശക്തി, മനസാക്ഷി എന്നീ 4 ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന സ്വയബോധത്തിന്റെ ഘടകമാണ് ദേഹി. ആത്മാവ് ദൈവബോധമുള്ളവനാക്കുന്നു. ആത്മാവ് ദൈവമാണ്. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാകയാൽ ആത്മാവായ ദൈവവുമായി ഞാൻ ബന്ധപ്പെടുന്നത് എൻ്റെ ആത്മാവിലാണ്. അപ്പോൾ ഫങ്ഷൻസ് 3 ഡിഫറൻ്റാ. ശരീരം കൊണ്ട് ലോകത്തെ അറിയുകയും ദേഹം കൊണ്ട് സ്വയത്തെ അറിയുകയും ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുകയും ചെയ്യുന്നത് പോലെ, സ്തോത്രം, 3 ആളത്വങ്ങളുടെയും ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണ്. ശുശ്രൂഷകൾ വിഭിന്നമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്റ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. മാറിയുള്ള ശുശ്രൂഷകളാണ് 3 ആളത്വങ്ങളും ചെയ്യുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് രക്ഷാപദ്ധതി എടുത്തോളൂ. രക്ഷാപദ്ധതി എടുത്താൽ പിതാവ് അയച്ചു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ അർപ്പിച്ചു. പിതാവ് അയച്ചു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ അർപ്പിച്ചു. ഞാൻ പറഞ്ഞ എബ്രായർ 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശമീൽ സാർ ഇവിടെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷിക്തൻ. പ്രവൃത്തി 10:8 പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷിക്തനായിരുന്നു മിശിഹ. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് തന്നെ ശുശ്രൂഷ നിർവഹിച്ചത്. അപ്പോൾ നോക്കണേ, അപ്പോൾ പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി വേറൊരു ശുശ്രൂഷ എടുത്താൽ, ഇപ്പോൾ പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഇടയിലുള്ളൊരു ശുശ്രൂഷയാണല്ലോ പ്രാർത്ഥന. പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഒരാൾ രക്ഷിക്കപ്പെടുമ്പോഴോ പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു,
പുത്രൻ അവനെ നീതീകരിക്കുന്നു, അവന് മറുവിലയായി നിലകൊള്ളുന്നു. സ്തോത്രം, സ്തോത്രം. കണ്ടോ, പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് അവനിൽ പാപബോധം കൊടുക്കുകയും യേശുവിനെ കുറിച്ച് സാക്ഷിക്കുകയും ചെയ്യുന്നു. പുത്രൻ അവനെ നീതീകരിക്കുന്നു. സ്തോത്രം. അപ്പോൾ 3 ആളത്വങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിലും ആ ശുശ്രൂഷയുടെ 3 വശങ്ങളാണ് 3 ആളത്വങ്ങളും നിർവഹിക്കുന്നത്. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും. ഇനി നാം പരിശുദ്ധാത്മാവിന്ന് ദൈവസഭയിൽ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് നോക്കാം. ഇതിന് തുടർന്നുള്ള ഭാഗം അങ്ങോട്ടാ. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ, അതാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ചിന്താവിഷയം ദ ചേർച്ച്, ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദി ചേർച്ച്. പരിശുദ്ധാത്മാവും ദൈവസഭയും എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനമായ വിഷയം. സ്തോത്രം. നിയമിക്കപ്പെട്ട സമയം, ഒന്നാമത്തെ സെഷനുള്ളത് ഇവിടെ തീർന്നതുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. സ്തോത്രം. 2 സഹോദരങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ചോദ്യം പലതുണ്ട്. ഞാൻ ചുരുക്കമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന വിഷയം വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളത് പരാമർശിച്ചത്. അത് ആന്ത്രപ്പോളജി പഠിക്കുമ്പോഴാണ് കൂടുതൽ വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ളത് മാത്രം പറയാം. എന്താണ് ദേഹം, എന്താണ് ദേഹി, എന്താണ് ആത്മാവ്? ദേഹത്തിന് ഇങ്ങനെ ഒരു നിർവചനം പറയാം: മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെക്കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മണ്ണിലേക്ക് മടങ്ങുന്നതുമാണ് ദേഹം. യഹോവയായ ദൈവം മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും ഈ മണ്ണിനെക്കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നതുമാണ്. യഹോവയായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന, ശരീരത്തിലെ സൃഷ്ടിപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ മണ്ണ. ഇത് വെറും മണ്ണാങ്കട്ടയാണ്. നമ്മൾ എന്ത് കഴിച്ചാലും അത് മണ്ണിൻ്റെ അംശങ്ങളാണ്. അത് രുചികരമാക്കി ദൈവം തന്നിരിക്കുന്നതേ ഉള്ളൂ. ഈ കാർബോഹൈഡ്രേറ്റ്സും പൊട്ടാഷ്യവും മഗ്നീഷ്യവും അയണും ഗോൾഡും സിൽവർ ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ. ഇതെല്ലാം മണ്ണിൽ നിന്നാണ്. മണ്ണിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. മുമ്പേ പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു. ഈ മണ്ണിനെ കുറിച്ച് തിരിച്ചറിയുന്ന നമ്മുടെ ശരീരം കൊണ്ടാണ്. മരിക്കുമ്പോൾ മണ്ണോട് ചേരും. കുഴിച്ചിട്ടാൽ ചീഞ്ഞു പോയി. 10 കൊല്ലം കഴിഞ്ഞ് മാറ്റി നോക്കിയാൽ ഒരു കുന്തവും ഇല്ല. ഇവിടെ മണ്ണോട് പോയി. ഉയർത്തി നിൽക്കുന്നത് ഈ ശരീരം പോലുമല്ല, ആത്മശരീരമാണ്. ഇനി ആത്മാവിൻ്റെ നിർവചനം അടുത്ത് പറയാം. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ദൈവത്തെ കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നതും മരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എത്തേണ്ടതുമാണ്. ദൈവത്തിൽ നിന്ന് വന്നതാ. പോഷണം ദൈവവചനമാണ്. ദൈവവുമായി ബന്ധപ്പെടാൻ പ്രാപ്തന്മാരാക്കുന്നു. മരിക്കുമ്പോൾ അങ്ങ് ദൈവസന്നിധിയിൽ എത്തണം. അതാണ് ആത്മാവ്. ആത്മാവായ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമായി തൻ്റെ ആത്മചൈതന്യം, തൻ്റെ ജീവ ചൈതന്യം നിക്ഷേപിച്ചു. അത് മനുഷ്യാത്മാവായി. ഇനി ദേഹി സ്വയബോധം തരുന്ന ഘടകമാണ്. അവനവനെ കുറിച്ച് ബോധപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, 4 ഭാഗങ്ങളുണ്ട് ദേഹിയിൽ. മനസ്സ് അല്ലെങ്കിൽ ചിന്ത, വിചാരം, ഹൃദയം അല്ലെങ്കിൽ വികാരം. വികാരം, ഇച്ഛാശക്തി, വിൽ പവർ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, മനസാക്ഷി, ശരിയാ തെറ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അകത്തിരിക്കുന്ന ജഡ്ജി.
ഈ 4 ഘടകങ്ങളാണ് മനുഷ്യനിൽ സ്വയബോധം തരുന്നത്. ഈ മനസാക്ഷി ദേഹിക്കും ആത്മാവിനും ഇടയ്ക്ക് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വയബോധം തരുന്നു. നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാന്ന്, നിങ്ങൾ എവിടാന്ന്, എന്താ ചെയ്യുന്നതെന്ന്. ആ സ്വയബോധം തരുന്ന ഘടകം ദേഹിയാണ്. അപ്പോൾ ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു, ദേഹി കൊണ്ട് സ്വയത്തെ അറിയുന്നു. 3 ഘടകങ്ങളാണ്. പാപം ചെയ്തപ്പോൾ ഈ 3 ഘടകങ്ങൾക്കും കുഴപ്പം പറ്റി. ശരീരം ബലഹീനമായി, തേജസ് അണിഞ്ഞ ശരീരമായിരുന്നു ഇത് കേട്ടോ. വേറെ വസ്ത്രമൊന്നും വേണ്ടായിരുന്നു, ദൈവ തേജസ്സായിരുന്നു നമ്മളെ ചുറ്റിയിരുന്നു. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. ഒരു ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിനുള്ളിലേക്ക് ചുഴിഞ്ഞ് നോക്കിയാലും അതിനകത്തെ ഫിലമെന്റ് കാണുകയില്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ കമ്പി കാണാം. കത്തി നിൽക്കുമ്പോൾ പ്രകാശം ആ കമ്പിക്ക് ഒരാവരണമായി, മറയായി, വസ്ത്രം പോലെ ചുറ്റിയിരിക്കുക. 104-ാം സങ്കീർത്തനം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവമേ, നീ വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ആ പ്രകാശമണിഞ്ഞവനായിരുന്നു മനുഷ്യൻ. പ്രകാശമണിഞ്ഞ മനുഷ്യൻ. പാപം ചെയ്തപ്പോൾ പ്രകാശം പോയി. നമ്മൾ ഈ പരുവത്തിലായി. ഒരുത്തൻ 6 അടി, ഒരുത്തൻ 5.5 അടി, ഒരുത്തൻ 6 അടി 5 ഇഞ്ച്, വേറെ 6 അടി 2 ഇഞ്ച്, ഒരുത്തൻ കറുത്തു, ഒരുത്തൻ വിളറി, ഒരുത്തൻ മഞ്ഞളിച്ചു, ഒരുത്തൻ പല്ലുകുന്തി, എല്ലുകുന്തി, ദീനവും പിടിച്ച് നമ്മൾ ഈ പരുവത്തിനായി. ഗതികേട്. ഇതൊക്കെ മാറും കേട്ടോ. ശരീരം ബലഹീനമായി, ദേഹി വഷളായി. സ്വയബോധം അവനാണിപ്പം. ഞാൻ 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 എനിക്ക് 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 എൻ്റെത് ഉണ്ടോ. ദേഹി വഷളായി. ആത്മാവിനെന്ത് പറ്റിയെന്നറിയോ? ചത്തുപോയി, നിർജീവമായി പോയി. ആത്മാവ് നിർജീവമായി പോയി. അതുകൊണ്ടാണ് ആത്മാവായ ദൈവവുമായി മനുഷ്യന് നേരിട്ട് സംസർഗമില്ലാതായി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഉദാഹരണം പറയാം. ഞാൻ കണ്ണുകൊണ്ടാണ് വെളിച്ചം കാണുന്നത്. എൻ്റെ കണ്ണിൻ്റെ വെട്ടം പോയെന്നിരിക്കട്ടെ. ഞാൻ ചോദിക്കും, എന്തിയെ വെളിച്ചം? വെളിച്ചമൊന്നും ഇല്ലെന്ന് പറയും. കണ്ണില്ലാത്ത എനിക്ക് വെളിച്ചവുമായി ബന്ധമില്ല. ഇതുപോലെ ആത്മാവ് ചൈതന്യരഹിതമായവന് ആത്മാവായ ദൈവവുമായൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ചില ചോദിക്കും, എന്തിയെ ദൈവം ഒന്ന് കാണിച്ചിടുന്നു. സ്നേഹിത, ദൈവം ഇല്ലാഞ്ഞുകൊണ്ടല്ല. നിന്നിലെ ആത്മാവ് ചൈതന്യരഹിതമായിരിക്കുന്നതിനാൽ അത് കാണിച്ചു തരാൻ ഒക്കെയില്ല. ഈ വീണ്ടും ജനനത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആ ആത്മാവിൽ ചൈതന്യം ഉണ്ടാകുക, ദൈവവുമായുള്ള ബന്ധം ഉണ്ടാകുക. സ്തോത്രം. അതാണ് യേശു പറഞ്ഞത്, ജീവൻ 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 എന്ന. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു, ജീവൻ നൽകുന്ന ഇടയനാകുന്നു, ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. പുത്രൻ വിശ്വസിക്കുന്ന നിത്യ ജീവനുണ്ട്, പുത്രൻ നശിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ജീവൻ ജീവൻ ജീവൻ. ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവൻ. ജീവൻ ജീവൻ ജീവൻ. എന്താ ഈ ജീവൻ? ഞങ്ങനെ ജീവനില്ലേ ദൈവമേ? ഉണ്ട്. ലോകജീവനേ ഉള്ളൂ, ആത്മജീവനില്ല. ആ ജീവൻ തരാനാ വന്നത്. വീണ്ടും ജനിച്ചോ? സഭകളിൽ ഒത്തിരി പേരും വീണ്ടും ജനിക്കാത്തവരാ. വീണ്ടും ജനനത്തിനുള്ള 2 ഉപാധി. ഒന്ന് ദൈവവചനം, ഒന്ന് പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനിൽ നിൽക്കുന്ന ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. സ്തോത്രം. വചനം. 2 പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 3:6. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. വചനത്താലും പരിശുദ്ധാത്മാവിനാലും നിർജീവമായ അന്തരാത്മാവിൽ ചൈതന്യമുണ്ടായി ആത്മാവായ ദൈവത്തോടുള്ള നേരിട്ട ബന്ധം ആരംഭിക്കുന്നതാണ് വീണ്ടും ജനനം. അങ്ങനെയുള്ള ആള് ദൈവം ഒരു സങ്കല്പമല്ല, പിന്നെ അവന് ദൈവം അവനൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ദൈവം നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണോ? സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ എന്നതാ പരിപാടി? ഒരു സങ്കല്പ ലോകത്തിലായിട്ട് കുറേ എന്തൊക്കെയോ അടിച്ച് തട്ടി വിടുകയല്ലേ?
നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവം എത്ര പേർക്കുണ്ട്? പണ്ട് ബില്ലി ഗ്രഹാം റഷ്യ വീഴുന്നതിന് മുമ്പേ മോസ്കോയിൽ ഒരു സന്ദർശനത്തിന് അവസരം കിട്ടി. ചെന്നപ്പം എയർപോർട്ടിൽ ഇറങ്ങി ടാർമാക്കിലേക്ക് നടക്കുക. ഭയങ്കര തണുപ്പാ. കോട്ടിൻ്റെ പോക്കറ്റിലോട്ട് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പത്രക്കാർ ചുറ്റും കൂടി. ദൈവമില്ലെന്ന് പറയുന്നവരല്ലേ. അവർ പറഞ്ഞു, മിസ്റ്റർ ഗ്രഹാം, വി ഇൻ ദ സോവിയറ്റ് റഷ്യ സേ ദാറ്റ് there is no God. What do you say of that? ഞങ്ങൾ ഇവിടെ പറയുന്ന ദൈവമില്ലെന്ന്, നീ അതിനെക്കുറിച്ച് എന്നാ പറയുന്നു? എന്നെ നല്ല ഞാനൊന്ന് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വായിച്ചിങ്ങനെയാ. ഹി ബീംഡ് എ ബ്രോഡ് ബ്രൈറ്റ് സ്മൈൽ. നല്ല വെളുത്ത ഒരു ചിരി അങ്ങ് ചിരിച്ചു ഷ്രഗ്ഡ് ഹിസ് ഷോൾഡേഴ്സ്. തോളന്ന് ചുളുക്കി ഇങ്ങനെ പറഞ്ഞു, മേ ബി നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്കാം, പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടും കൂടെ വർത്താനം പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ വർത്താനം പറഞ്ഞു വന്നാ ഞാനിന്ന് ചോദിക്കുന്നേ. പറഞ്ഞായിരുന്നോ? ഞാൻ അങ്ങോട്ട് വർത്താനം പറഞ്ഞു, കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ മേല. ഇതാ പലരുടെയും അനുഭവം അല്ലേ? അയ്യോ, ഇത് നിസ്സാരക്കാര്യമല്ല. അന്ത്യന്യായവിധി കർത്താവ് പറയുന്നത് അറിയോ? അയ്യോ, നിങ്ങളെ പുറത്താക്കി. അയ്യോ എന്റെ ദൈവമേ, ഞാൻ നിങ്ങളെ ഒരു നാളും. ഇവിടെ വലിയ പൊണ്ണക്കാര്യം കാണിക്കുന്നൊന്നും അല്ല ഇതിന്റെ പൊന്നു സഹോദരങ്ങളെ വലുത്. ദൈവത്തെ അറിയേണ്ട പോലെ അറിയണം. സ്തോത്രം. അതുണ്ടായോ? അപ്പോൾ ദേഹി വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവ് ചൈതന്യപ്പെടുന്നു. അപ്പൊ പിന്നെ ദേഹി ഇങ്ങനെ വിശുദ്ധീകരണത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുക. എനിക്ക് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനൊക്കെ മാറി ദൈവത്തിന് വേണ്ടി ഞാൻ. അങ്ങനെ പറയാനൊക്കോ? എപ്പോഴും നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം. അതൊന്ന് മാറ്റിയിട്ടേക്കണേ, തിരിച്ചിട്ടേ. ദൈവത്തിന് വേണ്ടി ഞാൻ. ഇന്ന് വരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദൈവം ഞാൻ എന്നെ നിനക്ക് തരുന്നു, അവിടത്തേക്ക് തരുന്നെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? സ്തോത്രം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു മൂഢസ്വർഗത്തിലായി കർത്താവ് വരുമ്പോൾ ഇവിടെ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങളന്ന് നിങ്ങളോട് പ്രസംഗിച്ച് ഞങ്ങളെയൊക്കെ ചീത്ത വിളിക്കും. ഞങ്ങൾ കേൾക്കാൻ കാണുകയല്ല, ഞങ്ങളങ്ങ് പോകും. ഇവിടെ ചിലർ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വലിച്ചു കീറുകയും ചെയ്യും. അവരെ വലിച്ചു കീറിയൊന്നും ഫലമില്ല, പോയാൽ പോയത് തന്നെ. അതുകൊണ്ട് വചനം എന്തോ പറയുന്നുള്ളത് ശ്രദ്ധിച്ചോണം. എല്ലാവരും എൻ്റെ കൂടെ ഒക്കെ ഉണ്ടേ? പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇനി ദേഹമോ? കർത്താവിന്റെ വരവിങ്കൽ ഈ ദേഹം അവന്റെ ദേഹം പോലെ അങ്ങാവും. 1 യോഹന്നാൻ 3:1 മുതൽ വായിക്കും. കൺമീൻ, ഇതൊന്ന് കണ്ടേ. എന്തൊരു കൗതുകത്തോടാ പറയുന്നേ. കൺമീൻ, ഇതൊന്ന് കാണാ. എന്താ? നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ കോട്ടുവായും വിട്ടുകൊണ്ട് ഉറക്കം തൂങ്ങി വായിച്ചോണ്ട് പോകും എനിക്കറിയാൻ മേല. അത് അപ്പോസ്തലൻ അത് എഴുതിയപ്പോ എന്നാ സന്തോഷത്തില്ല. ഒരു കൊച്ചു കുഞ്ഞ് അത്ഭുതകരമായൊരു കാര്യം കണ്ട കൗതുകത്തോടെ അദ്ദേഹം എഴുതുന്നത്. കണ്ണീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. നമ്മളങ്ങനെ ലോകത്തിന് അവനെ അറിയാത്തോടെ നമ്മളെ അറിയാൻ മേലെന്നേ ഉള്ളൂ. വിഷമിക്കണ്ട. എന്ന ഒരു കാര്യം ഓർത്തേ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ആരാണ്ട് സൗന്ദര്യം വർദ്ധിക്കാൻ 3 ദിവസം ഉപവസിച്ചെന്ന് പറയുന്നത് കേട്ടു. പൊന്നു സഹോദരങ്ങളെ, എനിക്ക് മനസ്സിലാകുന്നില്ല. ആത്മീയ ശുശ്രൂഷ ഭൗമിക നേട്ടത്തിനുള്ള ഉപാധിയൊന്നും അല്ല. സ്തോത്രം. എനിക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. എൻ്റെ പൊന്നു കർത്താവ് ഒന്ന് വന്നേച്ചാൽ മതി. എൻ്റെ കർത്താവിനെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്നെ ഒന്ന് കാണണം എങ്ങനെ ഇരിക്കുന്നെന്ന്. നമ്മുടെ ഇടയിൽ ഒരു പാട്ടിറങ്ങിയായിരുന്നല്ലോ, പ്രാപഞ്ചികമാകും
പ്രാകൃതമെല്ലാം മാറും. പ്രാണപ്രിയനോട് കൂടെ ചേരുമ്പോൾ, കൂടെ എത്തുമ്പോൾ. ആ പ്രത്യാശ നമ്മളിലുണ്ടെങ്കിൽ ഇവിടുത്തെ സകല മണ്ണാങ്കട്ടയും വലിച്ചെറിഞ്ഞേക്കും. ഇവിടുത്തെ ഒരു കുന്തവും ഒരു വെച്ചുകെട്ടും ഒരു കൃത്രിമത്വവും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് വേണ്ട. ആ പ്രത്യാശ ഉണ്ടാകുന്ന ഏറ്റവും ആവശ്യം. ആട്ടെ, അപ്പോൾ അത് ദേഹം ദേഹി ആത്മാവെന്നുള്ളത് വ്യക്തമായി. ഇനി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പ്രവൃത്തിയിൽ സ്വതന്ത്രരെങ്കിൽ നാം ആരോട് പ്രാർത്ഥിക്കണം? ഞാനിവിടെ പറഞ്ഞായിരുന്നു ഇതിനെക്കുറിച്ച്. പ്രവൃത്തിയിൽ സ്വതന്ത്രം എന്ന് പറയും. വേറൊരു സഹോദരൻ ചോദിച്ചു, മൂന്നാളത്വം വ്യത്യസ്ത പ്രകൃതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. വ്യത്യസ്ത പ്രകൃതമെന്ന് ഞാൻ പറഞ്ഞില്ല. വ്യത്യസ്ത പ്രവൃത്തി, ശുശ്രൂഷയിൽ സ്വതന്ത്രരെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം പറഞ്ഞ് മനസ്സിലാക്കി വന്ന ഒരു ചെറിയ സ്ഖലിതം. അത് കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ ഒന്നാകും? ഈ വ്യത്യസ്ത പ്രകൃതം എന്നല്ല, പ്രകൃതം ഒന്നാ. ശുശ്രൂഷയിൽ സ്വതന്ത്രൻ എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനല്ലേ ഞാൻ പറഞ്ഞേ? ശുശ്രൂഷയിൽ സ്വതന്ത്രന. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു സാധനം എഴുതുമ്പോൾ കൈ പേന എടുത്തു, മനസ്സ് ചിന്തിച്ചു, കണ്ണത് കണ്ടു. കണ്ടത് കണ്ണുകൊണ്ടാ നോക്കിയത്. എഴുതിയത് കയ്യാ. അത് നിയന്ത്രിച്ചത് ചിന്തയാ, മനസ്സാ. മനസ്സിൽ നിന്ന് വന്നത് കണ്ണുകൊണ്ട് കണ്ട കടലാസിൽ നോക്കിക്കൊണ്ട് കൈകൊണ്ട് കുറിച്ചു. ആ ഒരു ജോലിയുടെ 3 ഘടകങ്ങൾ, 3 അവയവങ്ങൾ നിർവഹിക്കുക. വ്യക്തമായില്ലേ? ഇതുപോലെയാണ് ഒരു ശുശ്രൂഷയുടെ 3 ഭാഗങ്ങൾ, 3 ആളത്വങ്ങൾ നിർവഹിക്കുക. കണ്ടത് കണ്ണാണ്, കൈക്ക് കാണാൻ ഒക്കുകയില്ല. ചിന്തിച്ചത് മനസ്സാണ്, കണ്ണിനത് ചെയ്യാൻ കഴിയുകയില്ല. ഇതുപോലെ 3 ആളത്വങ്ങളും ശുശ്രൂഷയുടെ 3 വശങ്ങളാണ് നിർവഹിക്കുന്നത്. അത് ആ ഹൃദ്യതയിലുള്ള ആ ഏകീഭാവത്തിൽ ത്രിയേക ദൈവം നിർവഹിക്കുന്ന സ്തോത്രം. അതാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. രക്ഷാപദ്ധതിക്കായി പിതാവ് അയച്ചു, പുത്രൻ ഇവിടെ വന്നു, പരിശുദ്ധാത്മാവിൽ തന്നെത്താൻ അർപ്പിച്ചു. ക്രൂശിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവല്ല, പുത്രനാണ്. മനസ്സിലായില്ലേ? അയച്ചത് പിതാവാണ്. ഇതിനെല്ലാം പിന്നിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത്. അതാണ് ശുശ്രൂഷയിൽ സ്വതന്ത്രരും നിലനിൽപ്പിൽ ഒരുമിച്ചും. പ്രകൃതം വിരുദ്ധങ്ങളല്ല, പ്രകൃതം ഒന്ന് തന്നെയാണ്. സ്നേഹം, വിശുദ്ധി, ഇതെല്ലാം 3 ആളത്വങ്ങളുടെയും പ്രകൃതമാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, സ്നേഹത്തിന്റെ ആത്മാവ്. റോമാലേഖനം 5:5 വായിക്കുന്നു, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. പുത്രൻ ഇവിടെ വന്ന് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമുണ്ടോ? ഇതാ ഞാൻ എൻ്റെ ജീവൻ തരാൻ വന്നു. മനസ്സിലായില്ലേ? പിതാവും സ്നേഹമാണ്, പുത്രനും സ്നേഹമാണ്, പരിശുദ്ധാത്മാവും സ്നേഹമാണ്. സ്തോത്രം. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോ ദൈവപുത്രൻ ശക്തിയോ നിർണ്ണയിക്കുമ്പോൾ വിശുദ്ധിയുടെ ആത്മാവ്, യേശു പറയുന്നു, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, യോഹന്നാൻ 17:19. സ്തോത്രം. പിന്നെ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിപ്പീൻ എന്ന് പിതാവിന്റെ അരുളപ്പാട്. നമ്മൾ വിശുദ്ധി പ്രകൃതം ഒന്നാ. മനസ്സിലായില്ലേ? സ്വഭാവം ഒന്നാ. ശുശ്രൂഷയിൽ സ്വതന്ത്രർ എന്നേ ഉള്ളൂ. വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ. ശുശ്രൂഷയിൽ സ്വതന്ത്രൻ. വ്യക്തി ഒന്ന്, 3 വ്യക്തിത്വങ്ങൾ. സാധാരണ ഒരു ഉദാഹരണം പിന്നെ ഇങ്ങനെ പറയാറുണ്ട്. ഉദാഹരണത്തിനെല്ലാം പരിമിതി ഉണ്ടെന്നേ. ഞാനൊരു അപ്പനാ, ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ഞാനൊരു ഭർത്താവാ, എനിക്ക് ഒരു ഭാര്യയുണ്ട്. ഞാനൊരു മകനാ, എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്നു.
എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഇപ്പോഴും വലിയ ഭക്തിയോടെ ആദരവോടെ ലേശം പേടിയോടെ നിൽക്കും. പിള്ളേരുടെ മുമ്പിൽ ചൂരവടിയൊക്കെ എടുത്ത് ചുഴറ്റി നടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഭാര്യയുടെ മുമ്പിൽ വേറൊരു പ്രകൃതം, പക്ഷേ ആള് ഒന്ന. ഇതുപോലെയാണ്. ഞാൻ ഉദാഹരണത്തിന് അതിൻ്റെ പരിമിതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ മറക്കല്ലേ. സ്തോത്രം. അത്രയും കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഈ പ്രാർത്ഥനയിൽ എന്നുള്ളത് എടുത്തു ചോദിച്ചിരിക്കുന്ന ഒരു വാക്ക് ഇവിടെ പറഞ്ഞു പോകാം, പിന്നെ നമുക്ക് കൂടുതൽ വിശദമായി പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു, പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് വ്യവസ്ഥ. ദൈവം അതിൻ്റെ വ്യവസ്ഥ ഒന്ന് മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? ഈ അടുത്ത സമയത്ത് അതും ഇതുമൊക്കെ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വളരെ സൂക്ഷിക്കണം, പുസ്തകത്തിൽ തന്നെ നിൽക്കണം. ദൈവദിനം പൂർണ്ണമാണ് കേട്ടോ. ആട്ടെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ സഭയും പരിശുദ്ധാത്മാവും എന്നുള്ള ആ ഭാഗത്തിൽ ശുശ്രൂഷ സ്വതന്ത്രനാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിചാരിക്കരുത് പരിശുദ്ധാത്മാവിന് നമ്മളോട് മാത്രമേ ഇടപാടുള്ളെന്ന്. അല്ല, പരിശുദ്ധാത്മാവിന് പൊതുലോകത്തിലും ശുശ്രൂഷയുണ്ട്. പൊതുലോകത്തിലും ശുശ്രൂഷയുണ്ട്. നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടയുന്നവന് വഴിയിൽ നിന്നും മാറിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ പിശാച് ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ അവന് മൂർത്തീകരിക്കപ്പെട്ട നിലയിൽ ഇവിടെ പ്രത്യക്ഷനാകാൻ കഴിയില്ല. ലോകത്തിൽ ഇന്നും ഒരു ധർമ്മവും നീതിയും ക്രമവും ഇതൊക്കെ ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിന് ബോധം വരും. ഈ പാപബോധം എന്ന് പറഞ്ഞാൽ കേൾക്കാം. ഈ പാപബോധം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇവിടെ ഒരു ചെറിയ വിശദീകരണം പറയാം, എന്റെ കൂടെ പറഞ്ഞേ. പാപബോധം വേറെ, കുറ്റബോധം വേറെ. കുറ്റബോധം എന്ന് പറഞ്ഞാൽ ചെയ്ത തിന്മ പ്രവൃത്തിയുടെ ദോഷഫലങ്ങളെ പരിഗണിച്ച്, ചെയ്ത തിന്മ പ്രവൃത്തിയുടെ ദോഷഫലങ്ങളെ പരിഗണിച്ച് ഉണ്ടാകുന്ന ഒരു ആന്തരിക കുറ്റബോധം. അതാണ് കുറ്റബോധം. ഈ പാപബോധം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഉത്ബോധമാണ് പാപബോധം. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. കുറ്റബോധം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുമായി കേന്ദ്രീകരിച്ച, അത് ചെയ്തു പോയല്ലോ, ഇല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ, വേണ്ടായിരുന്നു. അതാണ് എന്ത് കുറ്റബോധം. ഈ കുറ്റബോധം വീട് വർദ്ധിച്ചു വന്നാൽ അത് ആത്മനിന്ദയിലും അസ്വസ്ഥതയിലും അവസാനം ആത്മഹത്യയും അവസാനിക്കും. കുറ്റബോധം വർദ്ധിച്ചാൽ. എന്നാൽ പാപബോധം സ്വയശോധനയ്ക്കും അനുതാപത്തിനും മാനസാന്തരത്തിനും കാരണമാകും. പുസ്തകത്തിൽ ഉദാഹരണമായിട്ട് കുറേ എളുപ്പം മനസ്സിലാവും. യൂദാ ഇസ്കരിയോത്താവും പത്രോസും രണ്ടുപേരും യേശുവിനോട് തെറ്റി. യൂദാ ചെയ്തതിനേക്കാളും കുറഞ്ഞ കാര്യമല്ല ചെയ്ത് പത്രോസ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ യൂദായ്ക്ക് എന്തുണ്ടായി? കുറ്റബോധമുണ്ടായി. അപ്പോൾ അവൻ ചെയ്ത തിന്മപ്രവർത്തന ദോഷഫലം പരിഗണിച്ചപ്പോൾ ഇത് വേണ്ടാത്തെന്ന് തോന്നി. ആ കുറ്റബോധം വർദ്ധിച്ച് കാശ് മേടിച്ചല്ലോ, കാശ് കൊണ്ട് തിരിച്ചു കൊടുത്താൽ ശരിയാവും എന്ന് വിചാരിച്ച് കാശ് കൊണ്ട് കൊടുത്ത് അവന് മറ്റേ വലിച്ചെറിഞ്ഞിട്ട് നിരാശയോടെ പോയി കെട്ടിയാൽ തീർന്നു. എന്നാൽ പത്രോസ്
പത്രോസിന് യേശുവിനെ തല്ലിപ്പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ യേശുവിന്റെ ആ നോട്ടം തന്റെ കണ്ണുകളിൽ ഇടഞ്ഞപ്പോൾ താൻ എത്ര നീചനാണെന്ന തിരിച്ചറിവുണ്ടായി. ഇതിലുണ്ടോ എന്റെ കൂടെ? കണ്ടോ തന്റെ അവസ്ഥ? ഈ തിന്മ ചെയ്ത ഞാൻ എത്ര നീചനാണെന്നുള്ള ബോധമാണ് പത്രോസിനുണ്ടായത്. അത് അതിദുഃഖത്തോടെ കരഞ്ഞ് അനുതപിച്ചു ക്രമീകരണം പ്രാപിക്കുവാൻ കാരണമായി. കുറ്റബോധം നിരാശയിലൂടെ ആത്മഹത്യയിലേക്ക് വഴിക്കണം. വ്യക്തമായോ? ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ പറയുമ്പോ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ തെറ്റുകാരനാണെന്ന് അംഗീകരിക്കണം. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ പാപിയാമേ എന്ന് പറയണം. രണ്ടും രണ്ടാ. ഇല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടോ? പാപം ചെയ്തിട്ടുണ്ട് അത് പോരാ. അത് എന്നോട് ചെയ്തോളൂ. ഞാൻ ബാധിച്ചിട്ടുണ്ടോ? ഞാനൊരു പെരുമാറാം. ഞാനൊന്നും ഏറ്റവും നടന്നുള്ളൂ. ഞാൻ സമ്മതിക്കുന്നുണ്ടേ. എനിക്ക് പാവം ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പാവം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഓരോ പാവം ഞാൻ എഴുതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് അങ്ങനത്തെ ഒരു ഊങ്ക പാവിയാണെന്നുള്ള വിനയമോ താഴ്മയോ അനുതാപമോ അവനില്ല. കുറ്റബോധം കൊണ്ട് ഒരു പശ്ചാത്താപം ഉണ്ടാകാം. പാപബോധം ആഴമായ വിനയത്തിലേക്കും സമർപ്പണത്തിലേക്കും നടത്തും. പരിശുദ്ധാത്മാവാണ് ഒരുവരിൽ പാപബോധം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാക്കുകൾ നമ്മൾ എപ്പോഴും നമ്മുടെ മേന്മയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു മറിച്ചിലുണ്ട്. ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളിൽ 80% അവനവനെ കുറിച്ചാണ്. ആ 80% പിന്നെ ഒരു 80% സ്വയം നീതീകരണത്തിന്റെ വാക്കുകളാണ്. ആ നാക്കുകൊണ്ട് അയ്യോ ഞാൻ പാടിയാമേ അത് നേരിട്ട് പറയണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും. ഉണ്ടല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാവർക്കും പാപബോധം ഉണ്ടായിട്ടുണ്ടോ? പാപിയാണെന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? അതോ പാപമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടേ ഉള്ളോ? മുടിയൻപുത്രൻ വന്നപ്പോഴേ അപ്പനോട് പറഞ്ഞടാ എത്ര രൂപ കൊണ്ടാടാ പോയത്? എടാ പകുതിയിലേക്ക് കണക്കുവാണ്. എവിടെയൊക്കെയാണ് എത്ര ദിവസമായി പോയിട്ട് നിനക്കറിയാമോ? ഇങ്ങനൊന്നും പറഞ്ഞില്ല. അവനും വന്ന് അവൻ നമ്പറിടാൻ പോയില്ല. അവൻ പറയുന്നൊരു വാക്ക് തെറ്റിപ്പോയി. നിന്റെ മകൻ എന്ന പേര് ഞാൻ നോക്കിയിട്ടില്ല. കൂലിക്കാരനെ പോലെ കയറി വരിക എന്നുള്ള ചിന്തയിൽ അവന് പോകുന്നത്. ഇവിടെ വന്ന് അപ്പൻ അത് പറയിപ്പിച്ചില്ലെന്ന് പറയാം. നമ്മള് രക്ഷിക്കപ്പെടുമ്പോൾ ആ ആയുസിൽ അതുവരെ ചെയ്ത സകല പാപങ്ങളും നമ്പരിട്ട് എണ്ണി 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 പറഞ്ഞായിരുന്നോ? അപ്പൊ ഓർക്കാത്ത വല്ലോടെ കിടപ്പുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ കുറ്റത്തിന് കാരണമാവൂലേ? അപ്പൊ നമ്മൾ അത് എണ്ണി എണ്ണി പറയുകയല്ല. കർത്താവേ, നീ നഷ്ടപ്പെട്ട ഭാവിയാണ്. സംസാരിച്ചാൽ നീ നീതിമാൻ, വിളിച്ചാൽ നീ നിർമ്മലൻ. ഒരു ന്യായവും പറയാൻ എനിക്കില്ല.
ഞാൻ നഷ്ടപ്പെട്ടവനാണ്, എന്നെ കൈക്കൊള്ളണേ എന്നുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ഇതാണ് പാപബോധം. അതോടൊപ്പം കൂടാണ് നീതിബോധം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സഹോദരങ്ങളെ, ഇത് ഉണ്ടാകണം നമുക്കെല്ലാവർക്കും. ഭാവിയാണെന്നുള്ള അംഗീകാരമുണ്ടാകണമെന്ന് ഞാൻ പറയും. അടുത്തത് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു. അല്പം മുമ്പേ അത് പരാമർശിച്ച 2 സാക്ഷികളാണ് സുവിശേഷ സന്ദേശത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവ്, 2 അനുഭവിച്ച നമ്മൾ. 2 സാക്ഷികളും ആ വഴിയാൽ ഏത് കാര്യം ഉറപ്പാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു. ഞാൻ പിതാവിന്റെ നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യത്തിനായി പിതാവിന്റെ പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടി ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും നാം ഒരു സുവിശേഷം പറയുമ്പോൾ നമ്മുടെ വാക്കുകളോട് ചേർന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാണ്. നമ്മളുടെ വാക്കുകളുടെ ചാതുര്യം കൊണ്ടും വശ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിക്കാൻ നമ്മുടെ കഴിവുകൊണ്ടുമാണ് അവൻ കർത്താവിനെ സ്വീകരിച്ചതെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. ഞാൻ ഒറ്റ പ്രസംഗം ഓർത്തകൾ കൊടുത്തപ്പോ മാവിന്റെ തെരുവിട്ടുണ്ടല്ലോ, നേരത്തെയായി വന്ന് കൊണ്ടുപോകുന്നു. സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കരുത്. വലിക്കുന്നവരോട് ഈർച്ചവാൻ വമ്പ് കാണിക്കരുത്. വെട്ടുന്നവരോട് കോടാലി പൊങ്ങച്ചം കാണിക്കരുത്. സ്വയം പ്രശംസ, പരിശുദ്ധ ദൈവത്തിന് മുമ്പിൽ വീമ്പ് പറച്ചിൽ ഒരിക്കലും ഉണ്ടാകരുത്. വിശ്വസിച്ചാൽ പോകുന്നത്. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷി പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോണേ, നമ്മൾ സാക്ഷി പറയാൻ പഠിക്കുന്നവരാണ് ആരും രക്ഷിക്കപ്പെടാതെ. എനിക്കൊരു ദേവദാസനെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കേസ് 2 സാക്ഷികളാണ്. 2ാം സാക്ഷിയെ മജിസ്ട്രേറ്റ് വിളിച്ചു. നീ കണ്ടോ? ഞാൻ കണ്ട കത്തി ഊരി കുത്തി ഇടറ്റി രക്തം ചീറ്റുമ്പോ കത്തി വലിച്ച് ഓടി. ഞാൻ കണ്ടതാ. അപ്പൊ നിന്റെ കൂടെ ആരുണ്ടായിരുന്നു? എന്റെ കൂടെ ഇന്നാരുണ്ടായിരുന്നു? നീ മാറിയില്ല. അവനെ വിളിച്ചു. കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നവനെ വിളിച്ചു. നീ കണ്ടാന്നോ? അവനും ഒന്നും പറയുന്നില്ല. ഇവൻ മൗനമായി നിൽക്കുക. അവനൊന്നും മിണ്ടുന്നില്ല. ഇവനൊന്നും മിണ്ടാതെ നിന്നാൽ ആദ്യത്തെ സാക്ഷി പറഞ്ഞതിന് ഒരു ഫലവും ഇല്ല. ഇതല്ലയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് കൂടെ ജോലി ചെയ്യുന്നവരോടും അയൽവക്കക്കാരോടും കൂട്ടുകാരോടും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിനെ കുറിച്ച് സാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനടുത്തൊരു സാക്ഷിയായ നമ്മൾ മൗനമായിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ബോധ്യം വരാതെ പോകുന്നു. സുവിശേഷീകരണത്തിൽ അലസന്മാരാകരുത്.